പിശാചിനെ ചങ്ങലക്കിട്ടാൽ പിന്നെ എങ്ങനെയാണ് റമദാൻ മാസത്തിൽ ചില ആളുകൾ തെറ്റിലേക്ക് പോകുന്നത് എന്നും പല ആളുകളും ചോദിക്കാറുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചോദ്യമല്ല, വളരെ കാലപ്പഴക്കമുള്ള ഒരു ചോദ്യമാണ്. അതിന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ഉത്തരവും നൽകിയിട്ടുണ്ട്. ആ ഒരു ഉത്തരം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോ, അല്ലെങ്കിൽ ചോദിച്ച ചോദ്യത്തിന് പ്രത്യേക നല്ല നമുക്ക് നാം വിചാരിച്ച രൂപത്തിലുള്ള ഉത്തരം അതിൽ ലഭിച്ചിരിക്കും. എന്തായിരുന്നു ചോദ്യം? പിശാചിനെ ചങ്ങലക്കിട്ടാൽ പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ നോമ്പുകാലത്ത് തെറ്റിലേക്ക് പോകുന്നത് എന്നതാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു പറഞ്ഞ ഒന്നാമത്തെ മറുപടി, മതം നിശ്ചയിച്ച യഥാർത്ഥമായ രൂപത്തിൽ അതിന് ഷർത്തുകളും ഫർദുകളും അനുസരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയെ പിശാച് ഉപദ്രവിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പൊ ഷർത്തുകളും ഫർദുകളും മര്യാദകളും പാലിക്കാതെയുള്ള വ്യക്തികൾക്കാണ് ഉപദ്രവം ഉണ്ടാവുക. അപ്പൊ അത് പാലിക്കുന്ന വ്യക്തികൾക്ക് നോമ്പുകാലത്ത് ശൈത്താന്റെ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഒരു മറുപടി. ഈ രണ്ടാമത്തെ മറുപടി മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്, എല്ലാ പിശാചുക്കളെയും ചങ്ങലക്കിടുക എന്നല്ല, അതിലേറ്റവും ഉപദ്രവകാരികളായ, മോട്ടി കാണിക്കപ്പെടുന്ന, അത്രയും പ്രയാസകരമുണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം പിശാചുക്കളിൽ നിന്ന് ഏറ്റവും മോശമായ ആളുകളെ ചങ്ങലക്കിടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നതാണ്. മൂന്നാമത്തെ ഒരു മറുപടി ഉള്ളത്, 11 മാസങ്ങളേക്ക് അപേക്ഷിച്ച് റമദാൻ മാസം ഒഴികെയുള്ള 11 മാസവും റമദാൻ മാസവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ റമദാനിൽ മറ്റു മാസങ്ങളെക്കാൾ തെറ്റുകുറ്റങ്ങൾ കുറയുന്നു എന്നതാണ് പറഞ്ഞതിനർത്ഥം. പിശാചിനെ ചങ്ങലക്കിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാൻ മാസത്തെ തെറ്റുകുറ്റങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം മറ്റു മാസങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവൻ കൂടി റമദാൻ മാസത്തിൽ ഒന്ന് നന്നാവട്ടെ എന്ന ചിന്തയോടുകൂടി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നതാണ്. നാലാമത് പറഞ്ഞ മറുപടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തെറ്റുകൾ ഉണ്ടാവാനുള്ള പൂർണ്ണ കാരണം പിശാച് മാത്രമല്ലല്ലോ, അവൻ്റെ മനസ്സും ശരീരവും മനുഷ്യരിലുള്ള പിശാച് എന്ന് പറഞ്ഞാൽ മനുഷ്യർ പിശാചിനെ സ്വഭാവം ചെയ്യുന്ന ആളുകളും ഇവരുടെ പ്രേരണ കൊണ്ടൊക്കെയാണല്ലോ പലപ്പോഴും തെറ്റുകളിലേക്ക് പോകുന്നത്. പിശാച് മാത്രമല്ലല്ലോ കാരണക്കാരൻ. അപ്പൊ അത്തരം തെറ്റുകളൊക്കെയാണ് ഉണ്ടാവുക. അതേസമയത്ത് പിശാചിന്റെ തെറ്റുകൾ ഉണ്ടാവുകയില്ല, പിശാചിന്റെ പ്രേരണ ഉണ്ടാവുകയില്ല. നമ്മുടെ മനസ്സ് നിയന്ത്രിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറ്റങ്ങളിലേക്ക് പോവുകയുള്ളൂ എന്നതാണ് മറ്റൊരു കാരണമെന്ന്. ഇങ്ങനെ 4 മറുപടികൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തത് കാണാം. ഫത്ഹുൽ ബാരിയുടെ 4-ാം വാള്യം 607-ാമത്തെ പേജിലും മിർഖാത്തിന്റെ 2-ാം വാള്യം 496-ാമത്തെ പേജിലും ഈ വിഷയം പറയുന്നുണ്ട്. ഇതോടെ നമ്മുടെ സംശയങ്ങൾ നീങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. കഴിവിൻ്റെ പരമാവധി ഉത്തരം നൽകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.